Dear students, today we will continue with the Taylor series. That is Taylor series part 3. നമ്മൾ ആദ്യത്തെ രണ്ട് വീഡിയോൻ്റെ അകത്ത് ടൈലർ സീരീസും അതുപോലെ തന്നെ മക്ലോറൻ സീരീസും പറഞ്ഞു. ഇതിൻ്റെ അകത്ത് നമ്മൾ പവർ സീരീസ് എക്സ്പാൻഷനിലെ പ്രോബ്ലമാണ് ചെയ്യുന്നത്. പവർ സീരീസും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, വി ക്യാൻ കണ്ടിന്യൂ. നെക്സ്റ്റ് ഡെഫിനിഷൻ. A power series in X is a series of the form sigma Cn x power n, that is C0 plus C1x plus C2x square so on Cn x power n plus on, where C0, C1, C2 are constant and x is a variable. ഇതിനെയാണ് നമ്മളൊരു പവർ സീരീസ് എന്ന് പറഞ്ഞത്. C0, C1 ഒക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സം എക്സാമ്പിൾസ് ഓഫ് പവർ സീരീസ്: സിഗ്മ എക്സ് പവർ എൻ, ദാറ്റ് ഈസ് 1 plus x square plus so on x power n. പിന്നെ സിഗ്മ മൈനസ് 1 to the power of n minus 1 x to the power of 2n minus 1 divided by 2n minus 1, that is x minus x cube by 3 plus x raised to 5 by 5 minus x raised to 7 by 7 plus so on. Then sigma x power n by factorial n, that is 1 plus x square by factorial 2 plus x cube by factorial 3 plus so on. Next one, sigma n equal to 0 up to infinity n factorial x power n, that is 1 plus x plus 2 factorial x square plus 3 factorial x cube plus so on. ഇതൊക്കെ പവർ സീരീസിന് എക്സാമ്പിൾ ആണ്. ദെൻ നെക്സ്റ്റ്, റേഡിയസ് ആൻഡ് ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ്. ഇത് നോക്കുക, ഇത് പവർ സീരീസ് സിഗ്മ Cn x പവർ n. ഇതെപ്പോഴെന്താ ഓൾവേസ് കൺവേർജസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തെ ടൈം മാത്രമേ ഉണ്ടാവുള്ളൂ, C0 ഉള്ളൂ. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 0യിൽ ഈ പവർ സീരീസ് C0ലേക്ക് കൺവേർജ് ചെയ്യാണ്. വേറൊരു പവർ സീരീസ് നോക്കുക, സിഗ്മ എക്സ് പവർ എൻ, 1 plus x square plus ഓൺ എക്സ് പവർ എൻ. എക്സ് ഈക്വൽ ടു 1 കൊടുത്താൽ ഇതെന്തായിരിക്കും? 1 plus 1 plus 1 plus 1 വിച്ച് ഈസ് ഡൈവേർജസ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1ൽ ഇത് ഡൈവേർജസ് ആണ്. അതാണ്. Based on the above observation, we note that if a numerical value is substituted for x in a power series sigma Cn x power n, then the resulting series of numbers may either converge or diverge. അപ്പോൾ Cn x power nൽ എക്സിന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കൺവേർജ് ചെയ്യും, അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യും. നമ്മൾ ഈ കൺവേർജ് ചെയ്യുന്ന എക്സിന് ഏത് വാല്യൂ കൊടുത്താൽ കൺവേർജ് ചെയ്യും എന്നുള്ളതാണ്. ഫോർ വിച്ച് ഗിവൺ പവർ സീരീസ് കൺവേർജ്, ദിസ് ഈസ് കോൾഡ് കൺവേർജൻസ് ടെസ്റ്റ്. എക്സിന് ഈ സീരീസിൽ പവർ സീരീസിൽ എക്സിന് ഏത് വാല്യൂ കൊടുത്താൽ കൺവേർജ് ചെയ്യും എന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ കൺവേർജൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. തിയറം 2, കൺവേർജൻസ് ടെസ്റ്റ് ഓഫ് പവർ സീരീസ്. ഫോർ എനി പവർ സീരീസ് ഇൻ എക്സ്, exactly one of the following is true. The series converges only for x equal to 0. x equal to 0യിൽ x equal to 0 കൊടുത്താൽ മാത്രമേ കൺവേർജ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഈ പവർ സീരീസ് എക്സിന് 0 കൊടുത്താൽ മാത്രമേ കൺവേർജ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ രണ്ടാമത്തെ കേസ്, ദ സീരീസ് കൺവേർജസ് അബ്സല്യൂട്ട്ലി ആൻഡ് ഹെൻസ് കൺവേർജസ് ഫോർ ഓൾ റിയൽ വാല്യൂസ് ഓഫ് എക്സ്. എക്സിന് ഏത് വാല്യൂ കൊടുത്താലും കൺവേർജ് ചെയ്യും. അതാണ് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസ്, ദർ ഇസ് എ പോസിറ്റീവ് റിയൽ നമ്പർ ആർ ഡിപ്പെൻഡിങ് ഓൺ ദ പർട്ടിക്കുലർ സീരീസ് സച്ച് ദാറ്റ് ദ സീരീസ് കൺവേർജസ് അബ്സല്യൂട്ട്ലി. ഹെൻസ് ഫോർ ഓൾ എക്സ് ഇൻ എ ഫൈനൈറ്റ് ഓപ്പൺ ഇന്റർവൽ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഈ സിഗ്മ Cn എക്സ് പവർ എൻ എക്സിന് മൈനസ് ആറിനും പ്ലസ് ആറിനും ഇടയിൽ ഒരു വാല്യൂ കൊടുത്താൽ ഇത് കൺവേർജ് ചെയ്യും ഈ സീരീസ്. അതിന് പുറത്താണെങ്കിൽ ഡൈവേർജ് ചെയ്യും. എക്സ് ലെസ് ദാൻ മൈനസ് ആറും എക്സ് ഗ്രേറ്റർ ദാൻ ആറിലും ഡൈവേർജ് ചെയ്യും. മൈനസ് ആറിലും പ്ലസ് ആർ ഇതിന് ഈ ഇന്റർവെലിനുള്ളിൽ, ഓപ്പൺ ഇന്റർവെലിനുള്ളിൽ കൺവേർജ് ചെയ്യും. പിന്നെ എൻഡ് പോയിന്റ് എക്സ് ഈക്വൽ ടു മൈനസ് ആർ, എക്സ് ഈക്വൽ ടു പ്ലസ് ആർ, ദ സീരീസ് മേ കൺവേർജ് അബ്സല്യൂട്ട്ലി. ഒന്നുകിൽ കൺവേർജ് ചെയ്യാം, അബ്സല്യൂട്ട് ആയിട്ട് കൺവേർജ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടീഷണൽ ആയിട്ട് കൺവേർജ് ചെയ്യാം, അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യാം, ഡിപ്പെൻഡിങ് ഓൺ ദ പർട്ടിക്കുലർ കേസ്. അപ്പോൾ ഓപ്പൺ ഇന്റർവെൽ ഉണ്ട് ഈ സീരീസിന്. ഒരു ഓപ്പൺ ഇന്റർവെൽ, ആ ഓപ്പൺ ഇന്റർവെലിന്റെ ഉള്ളിൽ കൺവേർജ് ചെയ്യും, പുറത്ത് ഡൈവേർജ് ചെയ്യും,
n പോയിന്റിൽ എന്തുവാകാം. അതാണ് ഈ തിയറം 2 പറയുന്നത്. ഓക്കെ, നമ്മൾ തിയറം ടൈലേഴ്സ് സീരീസ് അനുസരിച്ച് ദ കൺവേറൻസ് ഓഫ് എ പവർ സീരീസ് ഇൻ എക്സ് ഈസ് ഓൾവേസ് ആൻ ഇന്റർവെൽ സെന്റേഡ് അറ്റ് എക്സ് ഈക്വൽ 0. അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതും ഒരു എക്സ് ഈക്വൽ ടു 0യിൽ എക്സ് ഈക്വൽ ടു 0യിൽ ഒരു ഇന്റർവെല്ലായിരിക്കും. -r+r ആണ്. -r+r കൺവേർ ചെയ്യും. അപ്പോൾ ഇതിന്റെ സെൻറ്റർ 0 ആണ്. അപ്പോൾ ഒന്നുകിൽ ഇത് എക്സ് ഈക്വൽ 0യിൽ മാത്രമേ കൺവേർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഒരു ഇന്റർവെല്ലിന്റെ ഉള്ളിൽ കൺവേർ ചെയ്യാം. എക്സ് ഈക്വൽ ടു 0യിൽ മാത്രമേ കൺവേർ ചെയ്യുന്നുള്ളെങ്കിൽ ഇത് ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് 0 എലോൺ ആണ്. എക്സ് ഈക്വൽ ടു 0യിൽ മാത്രമേ കൺവേർ ചെയ്യുന്നുള്ളെങ്കിൽ ഇത് ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് 0 എലോൺ ആണ്. ഇനി എല്ലാ വാല്യൂവിനും കൺവേർ ചെയ്യുവാണെങ്കിൽ ഇതിന്റെ ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് -∞ +∞ ഇടയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഇതിനെ +∞ എന്നാ പറയാ. ഇനി ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് -r +r ഈ ഓപ്പൺ ഇന്റർവെല്ലിനുള്ളിലാണെങ്കിൽ ഇതാണ് ഇതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് r ആയിരിക്കും. ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് ഇതുമായിരിക്കും -r+r. അപ്പൊ 3 കേസാണ് വരിക. ഒന്ന് 0യിൽ കൺവേർ ചെയ്യാം, ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് 0 എലോൺ ആണ്, അല്ലെങ്കിൽ -∞ മുതൽ +∞ വരെയാണ്, അല്ലെങ്കിൽ -r മുതൽ +r വരെയാണ്. ഇതിൽ 3 ഏതെങ്കിലും ഒരു കേസിലാണ് ഒരു പവർ സീരീസ് കൺവേർ ചെയ്യുക. ദെൻ നമ്മൾ എന്താ റേഷ്യോ ടെസ്റ്റ് ഫോർ ഫൈൻഡിങ് ഇന്റർവെൽ ഓഫ് കൺവേർജൻസ്. ഏത് ഇന്റർവെല്ലാണ് ഇത് കൺവേർ ചെയ്യുന്നത് നമ്മൾ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. സ്റ്റെപ്പ് 1, യൂസ് ദ റേഷ്യോ ടെസ്റ്റ് ടു ഫൈൻഡ് ദ ഇന്റർവെൽ വേർ ദ സീരീസ് കൺവേർജസ് അബ്സല്യൂട്ട്ലി. ഇപ്പോൾ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആയിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് ടൈംസ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ടൈംസ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കും. ആദ്യം നമ്മൾ റേഷ്യോ ടെസ്റ്റ് നടത്തും. എന്നിട്ട് ഇത് എവിടെയാണ് അബ്സല്യൂട്ടായിട്ട് കൺവേർ ചെയ്യുന്നതെന്ന് ആദ്യം അത് നടത്തും. അത് കഴിഞ്ഞിട്ടോ ഈ റേഷ്യോ ടെസ്റ്റ് നടത്തില്ല. അത് കഴിഞ്ഞ് ഇത് ഇന്റർവെൽ ഓഫ് അബ്സല്യൂട്ട് കൺവേർജൻസ് ഫൈനൈറ്റ് ആണെങ്കിൽ ടെസ്റ്റ് ഫോർ കൺവേറൻസ് ഓർ ഡൈവേറൻസ് അറ്റ് ഈച്ച് n പോയിന്റ്. ഫൈനൈറ്റ് ആണെങ്കിൽ -r നും +r ഇടയിൽ കൺവേർജന്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് -r ഈ ഓപ്പൺ ഇന്റർവെൽ, അത് കഴിഞ്ഞ് ഈ 2 n പോയിന്റിലും ഇത് കൺവേർജൻസ് ആണോ ഡൈവേർജൻസ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ 11. Find the interval of convergence and radius of convergence of the following power series. Sigma x power n, that is 1 plus x square plus x power n. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഇന്റർവെൽ ഓഫ് കൺവേറൻസ് കാണാനായിട്ട് നമ്മൾ റേഷ്യോ ടെസ്റ്റ് ആണ്. റേഷ്യോ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവേറൻസ് ആണ് കാണുക. അപ്പോൾ റോ കാണും. un = x power n ആണ്. അപ്പോൾ റോയുടെ വാല്യൂ ആണ്. റോ ഈക്വൽ ടു എന്താ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി un + 1/un. അതാണ് കാണേണ്ടത്. ഇപ്പൊ un + 1 എന്ന് പറയുന്നത് എന്തായിരിക്കും, x⁴n+1/n. അപ്പൊ എന്താണ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുകളിൽ x ഉള്ള. അപ്പം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി mod x. അതെന്തായിരിക്കും, x തന്നെയാണ്. അതാണ് റോ ഈക്വൽ ടു എക്സ്. റോയുടെ വാല്യൂ എപ്പോഴാണ് ഇത് അബ്സല്യൂട്ട് കൺവേർജൻസ് ആകുന്ന എപ്പോഴാ, റോ <1 അബ്സല്യൂട്ട് കൺവേർജൻസ് ആവും. റോ <1. അപ്പൊ mod x <1 ഈ സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജസ്. ഈ സീരീസ് കൺവേർജ് ചെയ്യും mod x <1. ഇനി mod x <1 റോയുടെ വാല്യൂ <1 ആണെങ്കിൽ ഇത് ഡൈവേർ ചെയ്യും. ഇനി റോ ഈക്വൽ ടു 1 ആണെങ്കിൽ, ദാറ്റ് ഈസ് x = 1 or -1. mod x = 1, ദാറ്റ് ഈസ് x = 1 or -1. അപ്പൊ x = 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഈ പവർ സീരീസ് 1 + 1 ഇത് ഡൈവേർജൻസ് സീരീസ് ആണ്. ഇനി x = -1 കൊടുത്താലോ, -1 കൊടുത്തു കഴിഞ്ഞാൽ 1 - 1 + 1 - 1 ഇതും ഡൈവേർജൻസ് ആണ്. അപ്പൊ ഈ സീരീസ് -1 mod x <1 മാത്രമേ കൺവേർ ചെയ്യുന്നുള്ളൂ. ഈ സീരീസ് mod x <1 മാത്രമേ കൺവേർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്താണ്, റേഡിയസ് mod x <1 കൺവേർ ചെയ്യുന്നത്. അപ്പൊ -1 നും +1 ഇടയിൽ കൺവേർ ചെയ്യും, അതിന് പുറത്ത് ഡൈവേർ ചെയ്യും. -1 +1 ഡൈവേർ ചെയ്യും. അപ്പൊ ഇതിന്റെ ഇന്റർവെൽ ഓഫ് റേഡിയസ് ഓഫ് കൺവേർജൻസ് r = 1 ആണ്. ഇതിന്റെ ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് ഇതാണ്. അപ്പൊ n പോയിന്റിലും ഡൈവേർ ചെയ്യുന്നുണ്ട്, n പോയിന്റിന്റെ പുറത്തും ഡൈവേർ ചെയ്യുന്നുണ്ട്, ഉള്ളിൽ മാത്രം കൺവേർ ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത് എന്താണ്, അടുത്ത ബി, അടുത്ത ഇതാണ്
1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ ഫാക്ടോറിയൽ 2 പ്ലസ് എക്സ് ക്യൂ ബൈ ഫാക്ടോറിയൽ 3 ആണ്. അതാണ് അടുത്ത ഇത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലീബ്നിറ്റ്സ് അബ്സല്യൂട്ട് കൺവേർജൻസ് റേഷ്യോ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവേർജൻസ് UN ഈക്വൽ ടു എക്സ് പവർ n ബൈ ഫാക്ടോറിയൽ n ആണ്. അപ്പോൾ UN പ്ലസ് 1 എന്തായിരിക്കും? എക്സ് പവർ n പ്ലസ് 1 ഡിവൈഡ് ബൈ n പ്ലസ് 1 ഫാക്ടോറിയൽ. n പ്ലസ് 1 ഫാക്ടോറിയൽ ഇതാണ് n പ്ലസ് 1 ഫാക്ടോറിയൽ. ദെൻ ഡിവൈഡഡ് ബൈ UN എന്ന് പറയുന്നത് എന്താണ്? എക്സ് പവർ n ഇവിടെ എക്സ് പവർ n ആണ് വരുന്നത് കേട്ടോ. എക്സ് പവർ n തിരിച്ചിടുകയാണ് ഫാക്ടോറിയൽ. ഇതിന് UN പ്ലസ് 1 ആണ് ഇത്. അതിനെ ഡിവൈഡ് ബൈ എക്സ് പവർ n ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടെ പോവും. ഇത് രണ്ടും കൂടെ പോയി താഴെ n പ്ലസ് 1 കിട്ടും. n പ്ലസ് 1 കിട്ടും. മുകളിലത്തെ എക്സ് പവർ എന്നും എക്സ് പവർ എന്നും കൂടെ പോയിട്ട് മുകളിൽ എക്സേ ഉള്ളൂ. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ഡിവൈഡ് ബൈ n പ്ലസ് 1. മോഡ് എക്സ് പുറത്തെടുത്തു, ഇത് പുറത്തെടുത്തു. ദെൻ ലിമിറ്റ് 1 ബൈ n പ്ലസ് 1. n ടെൻസ് ടു ഇൻഫിനിറ്റി ഇതിൻ്റെ വാല്യൂ എന്താവും? 1 ബൈ ഇൻഫിനിറ്റി 0 ആവും. അപ്പം 0 എന്ന് കിട്ടി. റോ ഈക്വൽ ടു 0 ആണ്. റോ ഈക്വൽ ടു 0 ആണ്. എക്സിന് ഏത് വാല്യൂ കൊടുത്താലും റോയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് എന്താ? റോ ഈക്വൽ ടു 0 ലെസ് ദാൻ 1 ഫോർ ഓൾ എക്സ്. ദ സീരീസ് കൺവേർജസ് ഫോർ ഓൾ എക്സ്. എക്സിന് ഏത് വാല്യൂ കൊടുത്താലും റോയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇത് ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് എന്താണ്? മൈനസ് ഇൻഫിനിറ്റിക്കും പ്ലസ് ഇൻഫിനിറ്റിക്കും ഇടയിലാണ്. റേഡിയസ് ഓഫ് കൺവേർജൻസ് ആർ ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. ഇനിയിപ്പോൾ ഈ സീരീസ് എന്താണ്? സീരീസ് എഴുതിയിരിക്കുന്നത് സിഗ്മ എക്സ് പവർ n ബൈ n ഫാക്ടോറിയൽ ആണ്. ദാറ്റ് ഈസ് 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ ഫാക്ടോറിയൽ 2 പ്ലസ് എക്സ് ക്യൂ ബൈ ഫാക്ടോറിയൽ 3 ഇതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ പവർ എക്സ് ആണ്. അതിനാണ് നമ്മൾ ഇ പവർ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇ പവർ എക്സ് ഏത് എക്സിനും കൺവേർജന്റ് ആണ്. ഇ പവർ എക്സ് ഈസ് ദ എക്സ്പോണൻഷ്യൽ സീരീസ്. ദ എബോവ് ഡിസ്കഷൻ ഷോസ് ദാറ്റ് ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഫോർ ദ സീരീസ് റെപ്രസെന്റേഷൻ ഓഫ് ഇ പവർ എക്സ് ഈസ് ഇൻഫിനിറ്റി. എക്സിന് മൈനസ് ഇൻഫിനിറ്റിക്കും പ്ലസ് ഇൻഫിനിറ്റിക്കും ഇടയിൽ ഏത് വാല്യൂ കൊടുത്താലും ഈ എക്സ്പോണൻഷ്യൽ സീരീസ് എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. അതാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ എക്സ്പോണൻഷ്യൽ സീരീസിന്റെ ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് മൈനസ് ഇൻഫിനിറ്റിക്കും പ്ലസ് ഇൻഫിനിറ്റിക്കും ഇടയിലാണ്. ഇ പവർ എക്സിന് മൈനസ് ഇൻഫിനിറ്റിക്കും പ്ലസ് ഇൻഫിനിറ്റിക്കും ഇടയിൽ ഒരു വാല്യൂ കൊടുത്താൽ ഇ പവർ എക്സ് കൺവേർജന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, ദ പവർ സീരീസ് സിഗ്മ n ഫാക്ടോറിയൽ എക്സ് പവർ n ഓൾവേസ് കൺവേഴ്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ ഇതാണ്, 1 ആയിരിക്കും. ഇനി എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിലോ ഇതിൻ്റെ UN എന്താണ്? n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എക്സ് പവർ n ആണ്. അത് സീരീസ് ഇതാണ്. 1 പ്ലസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് 4 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റൈസ് ടു 4 ഇതാണ്. അപ്പോൾ ഇതിൻ്റെ UN പ്ലസ് 1 നമുക്ക് നോക്കാം. എക്സ് ഈക്വൽ ടു 0യിൽ ഇത് 1ലേക്ക് കൺവേർജ് ചെയ്യും. ഇനി എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ UN ഇതാണ്. അപ്പം റോ നോക്കാം. UN പ്ലസ് 1 ബൈ UN പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? UN എന്താണ്? UN n ഫാക്ടോറിയൽ എക്സ് പവർ n ഫാക്ടോറിയൽ എക്സ്. UN പ്ലസ് 1ഓ n പ്ലസ് 1 ഫാക്ടോറിയൽ എക്സ് പവർ n പ്ലസ് 1. അപ്പം ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ n പ്ലസ് 1 മുകളിൽ എന്നും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ എക്സ് ഉണ്ട്. n പ്ലസ് 1 എക്സ്, ദാറ്റ് ഈസ് മോഡ് എക്സ് ഇൻറ്റു ലിമിറ്റ് n പ്ലസ് 1. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് n പ്ലസ് 1 എന്താ? പോസിറ്റീവ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ റോ ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. റോ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് സീരീസ് ഡൈവേർജൻ ഫോർ ഓൾ നോൺ സീറോ വാല്യൂസ് ഓഫ് എക്സ്. എക്സിന് ഏത് വാല്യൂ കൊടുത്താലും റോ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ എന്താ? എക്സിന് ഏത് വാല്യൂ 0 അല്ലാതെ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ഇത് ഡൈവേർജന്റ് ആണ്. അപ്പോൾ 0 മാത്രമേ ഇതിന്റെ കൺവേർജൻസ് ഉള്ളൂ. അതുകൊണ്ട് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈസ് R ഈക്വൽ ടു 0. ഇത് പോയിന്റ്, ഇത് 0 മാത്രമേ ഉള്ളൂ ഇതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ്. ഓക്കെ, അടുത്ത പ്രോബ്ലം. The next D, UN equal to minus 1 power n minus 1 x power n minus n. അപ്പോൾ എന്താ അത് നമ്മൾ സീരീസ്, ഈ സീരീസ് എന്ന് പറയുന്നത് ആദ്യം n ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ആയിരിക്കും. എക്സ് ഈക്വൽ ടു 1 കൊടുത്താൽ എക്സ് കിട്ടും. പിന്നെ n ഈക്വൽ ടു 2 കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ്
എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് റേസ് ടു 4/4 അങ്ങനെ പോവാ. ഓക്കെ, അപ്പൊ ഇതിന്റെ യു എൻ ഇതാണ്, യു എൻ പ്ലസ് 1 ബൈ യു എൻ, യു എൻ പ്ലസ് 1 ബൈ യു എൻ യു എൻ ഇതാണ്. അപ്പം യു എൻ പ്ലസ് 1 അതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ ഇതങ്ങ് പോകും. എക്സ് പവർ എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1, അതിനെ യു എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ബൈ യു എൻ എന്ന് പറഞ്ഞാൽ എക്സ് പവർ എൻ. ഇതിൽ എക്സ് പവർ എന്നും കൂടെ പോയി, എക്സ് പവർ എന്നും ഇതിൽ പോയി കഴിഞ്ഞാൽ മുകളിൽ എക്സ് ആ കിട്ടുക, മോഡ് എക്സ് കിട്ടും. എൻ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1, പിന്നെയുള്ളത് എൻ ഡിവൈഡ് ബൈ എൻ പ്ലസ് 1 ആണ്. മുകളിലും താഴെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ വരെയുള്ള എക്സ് ഇവിടെ വന്നു. എൻ ഡിവൈഡ് ബൈ എൻ പ്ലസ് 1നെ മുകളിലും താഴെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മുകളിൽ എൻ കൊണ്ട് ഡിവൈഡ് 1, താഴെ 1 പ്ലസ് 1 ബൈ എൻ. എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 0 ആയിപ്പോയി. അപ്പോൾ മോഡ് എക്സ് ആണ് കിട്ടുക, ആണ് റോ ഈക്വൽ ടു മോഡ് എക്സ്. അപ്പോൾ റോയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജ് ചെയ്യും. അപ്പോൾ റോ ഈക്വൽ ടു മോഡ് എക്സ് ആണ്. അപ്പോൾ മോഡ് എക്സ് ലെസ് ദാൻ 1ൽ കൺവേർജ് ചെയ്യും. റോ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് എക്സ്, റോ ഈക്വൽ ടു മോഡ് എക്സ് ആണ്. മോഡ് എക്സ് ലെസ് ദാൻ 1ൽ കൺവേർജ് ചെയ്യും, മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1ൽ ഡൈവേർജ് ചെയ്യും. ഇനി എൻ പോയിന്റിൽ എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ ഈ സീരീസ് ഇതായി. ഈ സീരീസ് ഇതാണ്. ഇതെന്താ? ഇത് ഹാർമോണിക് സീരീസ് ആണ്, ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് ആണ്. ഇത് കൺവേർജന്റ് ആണ്. ഇനി എക്സ് ഈക്വൽ ടു -1 കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ടൈമും മൈനസ് ആണ്. -1 മൈനസ് 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു 1 പ്ലസ് 1/2 പ്ലസ് 1/3 പ്ലസ് 1/4. ഇത് ഡൈവേർജന്റ് സീരീസ് ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു -1ൽ ഡൈവേർജന്റും എക്സ് ഈക്വൽ ടു 1ൽ കൺവേർജന്റുമാണ്. അപ്പം ഈ സീരീസ് എവിടെയാണ്? ഇതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ്, ഇതിന്റെ സീരീസ് എവിടെയാണ്? -1ൽ ഡൈവേർജന്റ് ആണ്, +1ൽ കൺവേർജന്റ് ആണ്. അതിനുള്ളിലുള്ളത് എല്ലാം കൺവേർജന്റ് ആണ്. ഇതാണ് ഇതിന്റെ ഇന്റർവെൽ ഓഫ് കൺവേർജൻസ്. ഇത് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഇതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് 1 ആയിരിക്കും. റേഡിയസ് ഓഫ് കൺവേർജൻസ് സെന്റർ 0യും റേഡിയസ് 1ഉം. റേഡിയസ് ഓഫ് കൺവേർജൻസ് 1 ആണ് ഇതിന്റെ. അത് ഓർമ്മ വേണം. ഓക്കെ, അടുത്തത് ലാസ്റ്റ് പ്രോബ്ലം. നമ്മൾ ലാസ്റ്റ് പ്രോബ്ലം ചെയ്യാണ്. റോ, ലാസ്റ്റ് പ്രോബ്ലത്തിന്റെ റോ എന്താണ്? ലാസ്റ്റ് പ്രോബ്ലം ഇതാണ്. എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എക്സ് റേസ് ടു 5/5 ഇതാണ്. അതിന്റെ എന്താണെന്ന് നമുക്ക് നോക്കാം. ലാസ്റ്റ് പ്രോബ്ലം. അപ്പം യു എൻ പ്ലസ് 1 ബൈ യു എൻ, യു എൻ പ്ലസ് 1 ബൈ യു എൻ ഇതാണ്. യു എൻ പ്ലസ് 1 ബൈ യു എൻ 2n മൈനസ് 1 ഡിവൈഡ് ബൈ 2n പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ ആണ്. അപ്പൊ എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുത്തു. 2n മൈനസ് 1 ഡിവൈഡ് ബൈ 2n പ്ലസ് 1 ആണ്. അപ്പൊ അതിന്റെ മുകളിലും താഴെയും n കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടും. ഇത് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇത് പോയി. അപ്പൊ 2/2 ഈക്വൽ ടു 1 എക്സ് സ്ക്വയർ. റോ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. റോ ലെസ് ദാൻ 1 എന്ന് പറയുന്നത് എപ്പോഴാണ്? എക്സ് സ്ക്വയർ ലെസ് ദാൻ 1ൽ കൺവേർജ് ചെയ്യും. എക്സ് സ്ക്വയർ ലെസ് ദാൻ 1 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? -1നും +1നും ഇടയിലായിരിക്കണം. അപ്പം ഇതിനിടയിൽ കൺവേർജ് ചെയ്യും. എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 1ൽ ഡൈവേർജ് ചെയ്യും. ഇനി അപ്പം ഇതാണ് കൺവേർജ് ചെയ്യുന്ന -1നും +1നും ഇടയിൽ. ഇനി എക്സ് ഈക്വൽ ടു, അപ്പൊ ഡൈവേർജ് ചെയ്യേണ്ടത് നമ്മൾ കണ്ടുപിടിച്ചു. എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ എക്സ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1. അപ്പം നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ 0 -1 +1 ഇതാ ഇവിടെ ഡൈവേർജ് ചെയ്യും, ഇവിടെ ഡൈവേർജ് ചെയ്യും. കൺവേർജ് ചെയ്യുന്ന ഇതിന്റെ ഉള്ളിൽ കൺവേർജ് ചെയ്യും. ഇതിന്റെ ഉള്ളിൽ കൺവേർജ് ചെയ്യും. ഇനി ഇതിന്റെ ഉള്ളിൽ കൺവേർജ് ചെയ്യും. ഇനി എക്സ് ഈക്വൽ ടു 1ൽ എന്താണ്? 1 മൈനസ് 1/3 പ്ലസ് 1/4 മൈനസ് 1/7. ഇത് ലീബിൻസ് ഉപയോഗിച്ച് ലിമിറ്റ് UN 0യും ഇത് ഡിഗ്രീസിങ് സീക്വൻസുമാണ്. അപ്പൊ ലീബിൻസ് ടെസ്റ്റ് ഉപയോഗിച്ചിരുന്നായിരിക്കും ഇത് കൺവേർജന്റ് ആയിരിക്കും. ലീബിൻസ് ടെസ്റ്റ് എന്താ? U1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ U2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ U3 ആണ്. ഇത് അങ്ങനെയാണ്. ലിമിറ്റ് UN എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 1ൽ ഇത് കൺവേർജന്റ് ആണ്. എക്സ് ഈക്വൽ ടു 1. ഇനി എക്സ് ഈക്വൽ ടു -1ലോ? എക്സ് ഈക്വൽ ടു -1ൽ കണ്ടീഷൻ ഫോർ ബിക്കോസ് ഓൾസോ എക്സ് ഈക്വൽ ടു -1ലും ഇത് കൺവേർജന്റ് ആണ്. എക്സ് ഈക്വൽ ടു -1ലും ഇത് കൺവേർജന്റ് ആണ്. കാരണം എന്താ? ഇത് ലീബിനിസ് ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പ്ലസ് ആണെങ്കിൽ എല്ലാ ടൈമും പ്ലസ് ആയിരിക്കും. അപ്പോൾ ലീബിനിസ് ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോഴെന്തായിരിക്കും? എക്സ് ഈക്വൽ ടു -1ലും കൺവേർജന്റ് ആണ്. അപ്പം ഈ ഇന്റർവെലിന്റെ ഉള്ളിലും കൺവേർജന്റ് ആണ്, n പോയിന്റിലും കൺവേർജന്റ് ആണ്. അപ്പൊ ഇത് കൺവേർജ് ചെയ്യുന്ന എവിടെയാ? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 n പോയിന്റിലും. അപ്പൊ ഇതിന്റെ
ഇതിന്റെ ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് ഇതാണ്. റേഡിയസ് ഓഫ് കൺവേർജൻസ് 1 ആണ്. ഇത് നമ്മൾ ഒന്നുകൂടി ആ സീരീസ് എന്താ നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇതാ ആ സീരീസ് ഇതാണ്. എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എക്സ് റൈസ് ടു 5/5 ആൻഡ് സോ ഓൺ. അപ്പൊ ഇവിടെ നമ്മൾ ടൈലേഴ്സ് സീരീസ് തിയറിയാണ്. ഇനി നമ്മൾ ഫൊറിയർ സീരീസ് ആണ് എടുക്കുന്നത്. ടൈലേഴ്സ് സീരീസ് ഇവിടെ കൊണ്ട് തിയറിയാണ്. ഇനി നമ്മൾ അടുത്ത വീഡിയോ ഫൊറിയർ സീരീസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഫൊറിയർ സീരീസ് കാണാൻ താല്പര്യമുള്ള ഒരു ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.